പുനലൂർ നഗരസഭയിലെ കസേരക്കളി ഇപ്പോൾ കാര്യമായ അവസ്ഥയിലാണ്. നിലവിലെ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ആദ്യ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൗൺസിൽ ഹാളിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്ക് ഇരിക്കുന്നതിനായി കറങ്ങുന്ന കസേരകൾ ലഭ്യമാക്കും എന്നത്. കസേരകളെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കസേരകൾക്ക് പണം നൽകിയില്ല എന്നാരോപിച്ച് 4 മാസങ്ങൾക്ക് ശേഷം കസേര നൽകിയ ആർട്ടിക്കോ എന്ന സ്ഥാപനം തിരികെ എടുത്തുകൊണ്ടുപോയതാണ് ഇപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. മാർച്ച് മാസം ആദ്യം നഗരസഭയിൽ കൂടിയ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നഗരസഭാ കൗൺസിൽ ഹാളിൽ കസേരകൾ കൊണ്ടിട്ടത്. എന്നാൽ ഇതേ ചൊല്ലി ഭരണപക്ഷത്ത് കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും സ്ഥാപനത്തിന് തുക നൽകുന്നതിന് സെക്രട്ടറി തയ്യാറായില്ല എന്നും ആരോപണം ഉയർന്നു. കസേര നൽകിയ കമ്പനി മാസങ്ങളോളം പണത്തിനു വേണ്ടി നഗരസഭാ ഓഫീസിൽ കയറിയിറങ്ങിയെങ്കിലും തുക ലഭിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ ഓഫീസിലെത്തി കസേരകൾ തിരികെ എടുത്തുകൊണ്ടുപോയത്. വെള്ളിയാഴ്ച രാവിലെ നഗരസഭാ ഓഫീസിലെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ ഹാളിൽ കസേരകൾ ഇല്ലാത്ത വിഷയം ചൂണ്ടിക്കാണിച്ച് ചെയർപേഴ്സന്റെ മുറിയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടിക്കൊണ്ടിരിക്കെ അവിടേക്ക് തള്ളിക്കയറി സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു. സെക്രട്ടറി ചെയർപേഴ്സൺ വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ സെക്രട്ടറിയാണ്. ഈ കസേരയുമായി ബന്ധപ്പെട്ട് ഞാൻ സെക്രട്ടറിയോട് 12:30 വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അത് വിളിച്ചത് എന്റെ ഫോണിൽ റെക്കോർഡാണ്, പരിശോധിക്കാം. ഈ കസേരയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ളത് ഞാൻ സെക്രട്ടറിയെ വിളിച്ചത് വൈകിട്ട് വിളിച്ചപ്പോ സെക്രട്ടറി എന്നോട് പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിളിച്ച് പറഞ്ഞു. അപ്പൊ സെക്രട്ടറിയോട് പലതവണ നമ്മൾ ഈ കസേര കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 13/3 പ്രൊക്യൂർമെന്റ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ കൗൺസിലേഴ്സിന് ഇരിക്കുന്ന കസേര വളരെ മോശമാണ്. പല കസേരകളും ഒടിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു കസേര നമ്മൾ വാങ്ങിച്ചിടാൻ തീരുമാനിച്ചത്. അപ്പൊ ബഡ്ജറ്റിന്റെ തലേന്ന് നമ്മൾ ആ കസേര വാങ്ങിച്ചിടാൻ തീരുമാനിച്ച് അന്നേരം എടുത്തൊരു തീരുമാനമാണ്. പ്രൊക്യൂർമെന്റ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പലതവണ ഈ പൈസ കൊടുക്കുന്നതായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു ഫയൽ മൂവ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവിടെ എയ്ക്കും എമ്മിക്കും എല്ലാം അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫയൽ മൂവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുക്കുന്ന കാര്യം പിന്നീട് സെക്രട്ടറി ഇത്രയും നാളായിട്ട് അനങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് എടുത്ത ആർക്കോയിൽ നിന്ന് എടുത്ത ഈ സാമ്പത്തികം നമുക്ക് കൊടുത്തേ പറ്റും. ഒരാളോട് നമുക്കൊരു അവധി പറയുന്നതിന്റെ ഇതുണ്ട്. അപ്പൊ ഒരു കൗൺസിലേഴ്സിന് ഇരിക്കാനാണ്, കൗൺസിലേഴ്സിനും നമ്മുടെ കൗൺസിൽ ഉദ്യോഗസ്ഥർക്കും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചെയർ എടുത്തിട്ടുള്ളത്. അല്ലാതെ തീരുമാനം പ്രൊക്യൂർമെന്റ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടാണ് അടിയന്തരമായിട്ട് അത് വാങ്ങിച്ചിട്ടുള്ളത്. അത് പിന്നെ എന്തുകൊണ്ടാണ് സെക്രട്ടറിക്ക് അത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഉദ്യോഗത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് സെക്രട്ടറി 4 മാസക്കാലമായിട്ടും അത് കൊടുക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വൈസ് ചെയർമാനെ നിരന്തരം കോൺടാക്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഇത് ഒന്നേൽ പൈസ തരണം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകണമെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വൈസ് ചെയർമാനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ കൊണ്ടുപോയത്. ഇതെല്ലാം സെക്രട്ടറിക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പലതവണ പറയുന്നത് കൗൺസിലിലേക്ക് കൊണ്ടുപോകാം. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ബോധപൂർവ്വം അത് ചെയ്തു എന്നല്ല എനിക്ക് പറയാം. നമ്മുടെ കൗൺസിലേഴ്സിനെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് സെക്രട്ടറി മൂവ് ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രോജക്റ്റ് അപ്രൂവ് ആയി വന്നപ്പോൾ DBC അപ്രൂവലായി വന്നപ്പോൾ ഇത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഈ ആർക്കോക്കാർ എന്നെ വന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് കൗൺസിൽ തീരുമാനം എടുക്കുകയോ പ്രോജക്റ്റിൽ വെക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അല്ലാതെ ഈ പൈസ കൊടുത്താൽ അതിൻ്റെ വ്യക്തിപരമായ ബാധ്യതയാവും. ഈ കസേര വാങ്ങുന്നതിന് സെക്രട്ടറി ഇവിടുന്ന് കത്ത് തന്നോന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അത് സെക്രട്ടറിയുടെ കത്തില്ലാതെ കൊടുത്തത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്, അത് കൊടുക്കാൻ പാടില്ലായിരുന്നു ആർക്കോക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ ചെയർപേഴ്സൻ്റെ അടുത്തും സംസാരിച്ച് നമ്മളിത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടിരുന്നില്ല. അല്ല, ആ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയിലെടുത്ത മറ്റ് തീരുമാനങ്ങൾ നമ്മൾ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയത് പ്രകാരമുള്ളതായിരുന്നു. യോഗ്യത ഇല്ല എന്നാണ് സെക്രട്ടറി പറയുന്നത്. അതാണ് അതിന്റെ കാര്യം. മനസ്സിലായോ? ആ കസേര നിൽക്കാൻ യോഗ്യതയുള്ള കൗൺസിലർമാരല്ല ഭരണത്തിലുള്ള ഇല്ല.
അപ്പൊ നിയമപ്രകാരം അല്ലാതെ ആ പൈസ കൊടുത്താൽ അത് സെക്രട്ടറിയുടെ വ്യക്തിപരമായ ബാധ്യതയാവും. കഴിഞ്ഞ എന്തോ മേഡം ബാധ്യത? ഞങ്ങൾ എത്ര ഇത് കണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷം ബാധ്യതയില്ല. കൗൺസിൽ എന്താ പോരെ? കൗൺസിൽ ഞങ്ങൾ പറയും, കൗൺസിൽ തീരുമാനിച്ചു. ബാധ്യത 35 കൗൺസിലർമാർക്ക് പറഞ്ഞ കമ്മിറ്റി വെച്ച് ബാക്കിയെല്ലാം പ്രോജക്ട് ഞങ്ങളിപ്പോ അതിനോട് ന്യായീകരിക്കുന്നില്ല. പക്ഷെ ചെയ്തത് അതിന്റെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് സെക്രട്ടറിയെ പരിധിക്ക് നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ വസ്തുത. നിങ്ങൾ നടക്കേണ്ട സംരക്ഷിക്കാൻ അല്ല ഒരു കസേര വാങ്ങിച്ചിട്ട് സംരക്ഷിക്കാൻ പറ്റാതെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്തുവാ? മുനിസിപ്പൽ എഞ്ചിനീയറും ഹെൽത്ത് സൂപ്പർവൈസർ, ക്ലീൻ സിറ്റി മാനേജറും, റവന്യൂ എല്ലാവരും ഇരിക്കുക. ഇത് തന്നെ ഈ കൂടെ കൂടെ ഇത് പുഴയൂരിലെ പട്ടണങ്ങളെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ അനുഭവിക്കണം. അവരുടെ തലവരെയാണ്, അവരുടെ തലവിധിയാണ്. അവർ 5 കൊല്ലം ഇത്രയും കാലം അനുഭവിക്കണം. അവർക്ക് വെച്ചിരിക്കുന്ന വിധിയാണ്, അനുഭവിക്കുക. അത്രേ ഉള്ളൂ. ഞങ്ങളും അതിന്റെ ഭാഗമാണ്. എന്താ തീരുമാനം? അവരൊരു തീരുമാനം എടുത്തു. കസേര കൊണ്ടിട്ടത് താൻ അറിഞ്ഞില്ല എന്നും പണം നൽകാൻ അതുകൊണ്ട് തന്നെ കഴിയില്ലായിരുന്നുവെന്നും അതിനാലാണ് കമ്പനി കസേര എടുത്തുകൊണ്ടുപോയത് തടയാൻ കഴിയാതിരുന്നതെന്നും സെക്രട്ടറി പ്രതിഷേധക്കാരെ അറിയിച്ചു. ഇക്കാര്യത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായും 4.5 മാസക്കാലം കൊണ്ട് ഈ വിഷയം പല അവസരങ്ങളിലും സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറി തയ്യാറാകാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും ചെയർപേഴ്സണും ചൂണ്ടിക്കാട്ടി. ഭരണസമിതിയും ഉദ്യോഗസ്ഥരെയും പ്രതിപക്ഷാംഗങ്ങൾ അതിനിശ്ചിതമായി വിമർശിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തെങ്കിലും ഭരണസമിതി അംഗങ്ങളോ ഉദ്യോഗസ്ഥരോ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നാൽ പ്രതിഷേധക്കാർ മുറിവിട്ടിറങ്ങിയ ശേഷം ഈ വിഷയത്തെ ചൊല്ലി ഭരണപക്ഷത്തെ വൈസ് ചെയർമാനും മരാമത്ത് കാര്യ ചെയർമാനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഭരണപക്ഷത്തെ പടലപ്പിടക്കവും മൂപ്പിളമ തർക്കവും കാരണം പുനരൂർ നിവാസികൾ മുഴുവനും വലിയ അപമാനം നേരിടുകയാണെന്നും ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്നും സെക്രട്ടറി അറിയാതെ കൗൺസിൽ ഹാളിൽ ചിലർ കസേര കൊണ്ടിടുന്നതായും പിന്നീട് സൗകര്യമുള്ളപ്പോൾ എടുത്തുകൊണ്ടുപോകുന്നതായി സെക്രട്ടറി തന്നെ പറയുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പുനലൂർ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ ഇട്ടിരുന്ന കസേര കഴിഞ്ഞ ദിവസം ആരോ ചില ആളുകൾ എത്തി 3 വാഹനങ്ങളിലായി കയറ്റിക്കൊണ്ടു പോകുന്ന വിവരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ മാർച്ച് മാസം 13-ാം തീയതി പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് നഗരസഭയിലേക്കുടെ പേർക്ക് GST ബില്ലടിച്ച് നഗരസഭ ഓഫീസിൽ കൗൺസിൽ ഹാളിൽ കൊണ്ടിട്ടിരുന്ന 36 കസേരകളാണ് ഇവിടെ നിന്നും ആളുകൾ എടുത്തുകൊണ്ട് പോയത്. ഞങ്ങൾ അവരെ തടഞ്ഞു നിർത്തി ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നഗരസഭയിൽ നിന്ന് അവർക്ക് പണം നൽകിയിട്ടില്ല, ഈ കസേരയുടെ തുക നൽകിയിട്ടില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ ഓഫീസിൽ കൗൺസിൽ ഹാളിൽ ഇട്ടിരുന്ന കസേര പോലും സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ പിടിപ്പുകെട്ട ഒരു ഭരണ സംവിധാനമാണ് പുനലൂർ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുനലൂർ നഗരസഭയുടെ പിടിപ്പുകേടും കഴിവില്ലായ്മയും കാര്യപ്രാപ്തിയില്ലായ്മയും ഒക്കെ പട്ടണത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഇത് 52,000-ഓളം വരുന്ന പട്ടണത്തിലെ ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് നഗരസഭ ഓഫീസിൽ കൗൺസിൽ ഹാളിൽ കസേര ഒരു വിഭാഗം, ഭരണസമിതിയിൽ ഒരു വിഭാഗം ആളുകൾ കസേര വാങ്ങണമെന്ന് പറയുന്നു, അതിനനുസരിച്ച് കമ്മിറ്റി തീരുമാനം എടുക്കുന്നു, കസേര വാങ്ങുന്നു. വേറൊരു വിഭാഗം പറയുന്നു അത് പാടില്ല എന്നും അതിന് പ്രോജക്റ്റ് വെക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ അതിനുവേണ്ടി വെച്ച പ്രോജക്റ്റിന് അംഗീകാരം നൽകാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ നഗരസഭയുടെ സെക്രട്ടറിയും ചെയർപേഴ്സണും തമ്മിൽ തർക്കിക്കുക. ഇന്നലെ 12 മണിക്ക് ചെയർപേഴ്സൺ സെക്രട്ടറിയെ വിളിച്ചു എന്ന് പറയുന്നു. അവർ തമ്മിൽ വിളിച്ച വിവരം ഫോണിൽ പരിശോധിക്കാൻ ചെയർപേഴ്സൺ ഞങ്ങളോട് എടുത്തു പറയാ. അപ്പൊ സെക്രട്ടറി ഇത് പറയുന്നത് കള്ളമാണ്, ചെയർപേഴ്സൺ മറ്റൊരു ഭാഗത്ത് കള്ളം പറയുന്നു. നഗരസഭയുടെ ഭരണസമിതിക്ക് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥർ അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു. ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ വൈസ് ചെയർമാൻ ഒരു വഴിക്ക് പോകുന്നു, മരാമത്ത് ചെയർമാൻ വേറൊരു വഴിക്ക് പോകുന്നു. നഗരസഭയിൽ ആർക്കും എന്തുമാകാമെന്ന സ്ഥിതി.
കസേര കൊണ്ടിടുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, നഗരസഭയുടെ പേർക്ക് അക്കൗണ്ട് എടുക്കുന്നു, അതിനുള്ള പൈസ മാറുന്നു, ലക്ഷക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോകുന്നു. കള്ളത്തരത്തിന്റെ കൂടാരമായി ഒരു നഗരസഭയുടെ ഓഫീസ് മാറുന്നു. ചെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടി വായിൽ പഴം തിരികൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതി, ഇതുപോലെ പിടിപ്പുകെട്ട കാര്യപ്രാപ്തിയില്ലാത്ത കെടുകാര്യസ്ഥ നിറഞ്ഞ ഒരു ഭരണ സംവിധാനം പട്ടണത്തിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ വില കൊടുത്ത് വാങ്ങിയായിരുന്നു. പിടിപ്പില്ലാത്ത ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുത്തതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരുമാണ്. ഈ പട്ടണത്തിലുള്ള ആളുകളുടേതാണ്. ഈ പിടിപ്പുകേട് തിരുത്താനുള്ള ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാർച്ച് മാസം കൂടിയ പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയാണ് ഈ കസേര വാങ്ങിക്കണമെന്ന് തീരുമാനമെടുത്തത്. അത് കൗൺസിലർമാരുടെ ആവശ്യപ്രകാരമല്ല യഥാർത്ഥത്തിൽ. ഇനി 3 മാസം മാത്രമേ കൗൺസിലർമാർക്ക് കാലാവധിയുള്ളൂ. ഈ ഭരണസമിതിയുടെ അവസാന കാലയളവിൽ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി കൂടി പുനലൂർ നഗരസഭയുടെ പേരിൽ GST ബില്ലടിച്ചു കൊണ്ടുവന്ന കസേരയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണസമിതിക്കാണ്. ഈ ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ്. പുനലൂർ നഗരസഭയിലെ ജനങ്ങളോട്, ഈ പട്ടണത്തോടാണ് ഈ നഗരസഭ ഭരണാധികാരികൾ വെല്ലുവിളിക്കുന്നത്. വീണ്ടും വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്താലും അധികാരത്തിലെത്തും എന്നുള്ള ഇവരുടെ മനോഭാവം, അല്ലെങ്കിൽ പുനലൂരിലെ ജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ള ഇവരുടെ ഇതാണ് ഇവരെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, പുനലൂർ പട്ടണത്തിന്റെ വികസന കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അധികാര കൈമാറ്റമല്ലാതെ ഒരു വികസനവും പട്ടണത്തിൽ ചെയ്തിട്ടില്ല. ഈ സ്വന്തം കസേര സംരക്ഷിക്കാൻ കഴിയാത്തവരെ വീണ്ടും അധികാരത്തിലേറ്റണോ എന്ന് പുനലൂരിലെ ജനങ്ങൾ തീരുമാനിക്കണം. വരാൻ പോകുന്ന നഗരസഭ തെരഞ്ഞെടുപ്പ് അത് പുനലൂരിന്റെ ഭാവിയുടെ നിർണയമാണ്. ഈ പട്ടണം ഇങ്ങനെ കിടന്നാൽ മതിയെങ്കിൽ ഇഷ്ടമുള്ള തീരുമാനം പുനലൂരിലെ ജനങ്ങൾക്ക് എടുക്കാം. ഒരു ഭരണ മാറ്റമാണ് ആവശ്യമെങ്കിൽ അതിന് നിങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കണം. ഈ കസേര ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയവർക്കെതിരെ നടപടി സ്വീകരിക്കണം. വരും ദിവസങ്ങളിൽ കൗൺസിലിനകത്ത് ഇരിക്കാൻ ഞങ്ങൾക്ക് പഴയ കസേര മതി. പുതിയ കസേര ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല. പുതിയ കസേര UDF-ന്റെ കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടില്ല. അതേസമയം നഗരസഭയുടെ പേരിൽ വരേണ്ട അക്കൗണ്ട് ഇടതു നേതാക്കളുടെ പേരിൽ ആരംഭിക്കുകയും അതിൽ കൂടി ലക്ഷങ്ങൾ മാറിയെടുക്കുകയും തുടങ്ങിയ കാര്യങ്ങളാണ് നഗരസഭ ഓഫീസിൽ നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഓരോ ദിവസവും ഓരോ അഴിമതി കഥകൾ പുറത്തു വരുന്നതിനോടൊപ്പമാണ് നഗരസഭയിലെ പുതിയ കാര്യങ്ങളെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ G. ജയപ്രകാശ്, കൗൺസിലർമാരായ സാബു അലക്സ്, N. സുന്ദരേശൻ, K. കനകമ്മ, K. ബിജു, K. N. ബിബിൻ കുമാർ, ഷെമി അസീസ്, നിർമ്മല സത്യൻ, ജ്യോതി സന്തോഷ് എന്നിവർ ആരോപിച്ചു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.